കൃഷ്ണ ഗുരുവായൂരപ്പ, നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് പോയാലോ. കൃഷ്ണന് ജാമ്പവതിയിലുണ്ടായ പുത്രനാണ് സാമ്പൻ. സാമ്പനും മറ്റു മക്കളെ പോലെ ധീരനും വീരനുമായിരുന്നു. യഥാകാലം ആയുധവിദ്യകളെല്ലാം അഭ്യസിച്ചു. സാമ്പൻ പലപ്പോഴും വികൃതികൾ കാട്ടുകയും പതിവായിരുന്നു. ഒരു നാൾ അവൻ്റെ വികൃതി അല്പം കടന്നുപോയി. ഹസ്തിനപുരത്തെ ദുര്യോധന മഹാരാജാവിൻ്റെ മകൾ ലക്ഷണയുടെ സ്വയംവരത്തിന് പ്രതാപശാലികളായ രാജാക്കന്മാർ സദസ്സിൽ നിരന്നിരിക്കുകയായിരുന്നു. സാമ്പൻ അവർക്ക് പിന്നാലെ ഒരിടത്ത് ചെന്നിരുന്നു. സ്വയംവര കന്യക വരണമാല്യവുമായി പന്തലിലേക്ക് കടന്നു. അവളെ കണ്ടിട്ട് സാമ്പന് ഇരിപ്പുറച്ചില്ല. സാമ്പൻ ഒറ്റ കുതിപ്പിൽ ലക്ഷണയുടെ അടുത്തെത്തി. അവളെയും പൊക്കിയെടുത്ത് തേരിലിട്ട് കടന്നു കളഞ്ഞു. സ്വയംവര പന്തലിൽ ആകെ ബഹളമായി. ദുര്യോധന മഹാരാജാവിൻ്റെ മകളെ മോഷ്ടിക്കാൻ ധൈര്യപ്പെട്ടവൻ സാധാരണക്കാരനാവില്ല, അതും സ്വയംവര പന്തലിൽ നിന്ന്. രാജാക്കന്മാരും ബന്ധുജനങ്ങളും ആകെ പരിഭ്രാന്തരായി. ദുര്യോധനനും ഭടന്മാരും രഥത്തിന് പിന്നാലെ പാഞ്ഞു. സാമ്പൻ അവരെയെല്ലാം തുരത്തി മുന്നോട്ട് കുതിച്ചു. അപ്പോഴേക്കും ദുര്യോധനനെ പിന്തുടർന്ന് കർണനും ശകുനിയും ദുശാസനുമൊക്കെ അവിടെ എത്തിയിരുന്നു. ദുര്യോധനനെ ആക്രമിച്ച് മുന്നോട്ട് കുതിക്കുന്ന സാമ്പന്റെ രഥം മുന്നിൽ ഒരു ബിന്ദുവായി മറയുന്നത് കർണന്റെ കണ്ണിൽപ്പെട്ടു. പിന്നെ ഒട്ടും വൈകിയില്ല. കർണൻ തൻ്റെ രഥവേഗം വർദ്ധിപ്പിച്ചു. സാമ്പന്റെ രഥത്തിന്റെ മുന്നിൽ കയറി രഥം കുറുകെ നിർത്തി സാമ്പനെ തടഞ്ഞു. രഥത്തിനുള്ളിൽ ലക്ഷണയുണ്ട്. സാമ്പൻ കർണനെ തുറിച്ചു നോക്കി. അപ്പോഴാണ് കർണൻ സാമ്പനെ ശ്രദ്ധിച്ചത്. ഓഹോ, നീയാണ് പുള്ളിയല്ലേ? നീ ആ കൃഷ്ണന്റെ മകനല്ലേ? ജാമ്പവതിയുടെയും? കൊള്ളാം, അച്ഛൻ്റെ പാരമ്പര്യം മോനും സൂക്ഷിക്കുന്നത് നല്ലത് തന്നെ. കർണന്റെ പരിഹാസം സാമ്പനെ ചൊടിപ്പിച്ചു. സാമ്പൻ കർണന്റെ നേരെ കുതിച്ചു. അവർ കടുത്ത മല്ലയുദ്ധത്തിൽ ഏർപ്പെട്ടു. അപ്പോഴേക്കും ശകുനിയും ദുശാസനും കൂടി ചേർന്ന് സാമ്പനെ പിടിച്ചുകെട്ടി ദുര്യോധനന്റെ മുന്നിൽ ഹാജരാക്കി. സാമ്പനെ തടവിലിടാൻ ദുര്യോധനൻ കൽപ്പനയിട്ടു. സാമ്പനെ കാണാതെ ജാമ്പവതി ദ്വാരകയിൽ ദുഃഖിച്ചിരിക്കുകയാണ്. അതിനിടെ ദ്വാരകയിലെത്തിയ നാരദമുനി കൃഷ്ണനോട് വിവരങ്ങളെല്ലാം പറഞ്ഞു. കൃഷ്ണന് വല്ലാതെ അരിശം തോന്നി. മകൻ ചെയ്തത് തെറ്റായാലും അവനെ തടവിൽ നിന്ന് രക്ഷിക്കേണ്ടതുണ്ട്. കൃഷ്ണൻ വലിയ പടയൊരുക്കത്തോടെ ഹസ്തിനപുരത്തേക്ക് പോകാനൊരുങ്ങി. കൃഷ്ണൻ ഗുരുക്കന്മാരോടും ഉഗ്രസേന മഹാരാജാവിനോടും അനുവാദവും ആശീർവാദവും വാങ്ങി. ഇനി അങ്ങോട്ട് തിരിക്കുകയേ വേണ്ടൂ. അപ്പോഴാണ് ദൂരെ എങ്ങോ പോയിരുന്ന ബലരാമൻ അവിടെ എത്തിയത്. സൈന്യസന്നാഹത്തെയും കൃഷ്ണനെയും കണ്ടിട്ട് ബലരാമൻ ചോദിച്ചു, ഇതെന്താ കൃഷ്ണ, എങ്ങോട്ടാ സൈന്യവുമായി? ജ്യേഷ്ഠൻ അറിഞ്ഞില്ലേ? നമ്മുടെ സാമ്പനെ ദുര്യോധനനും കൂട്ടരും തടവിലാക്കിയിരിക്കുകയാണ്. അവനെ വീണ്ടെടുക്കണം. കൃഷ്ണൻ ബലരാമനോട് പറഞ്ഞു. കൃഷ്ണന്റെ ആവേശവും അരിശവും കണ്ടിട്ട് ബലരാമൻ കൃഷ്ണനെ ഉപദേശിച്ചു. കൃഷ്ണ, നീ ഈയൊരു സാഹചര്യത്തിൽ അങ്ങോട്ട് പോയാൽ ഹസ്തിനപുരം ബാക്കിയുണ്ടാവില്ല. അത്തരമൊരു രക്തച്ചൊരിച്ചിൽ ഇക്കാര്യത്തിൽ ആവശ്യമാണോ? സാമ്പനെ അവർ തടവിലാക്കിയത് വെറുതെയല്ല, ദുര്യോധനന്റെ മകളെ കല്യാണപ്പന്തലിൽ നിന്ന് അപഹരിച്ചത് കൊണ്ടാണ്. നമ്മുടെ മകൾക്കാണ് ഇങ്ങനെ സംഭവിച്ചതെങ്കിൽ നാം എന്തു ചെയ്യും? അതുകൊണ്ട് തൽക്കാലം നീ ശാന്തനാവുക. ഞാൻ പോയി സാമ്പനെ മോചിപ്പിച്ച് വരാം. ദുര്യോധനൻ എൻ്റെ ശിഷ്യനുമാണല്ലോ. ബലരാമന്റെ ഉപദേശത്തെ മറികടക്കാൻ കൃഷ്ണനാവുമായിരുന്നില്ല. കൃഷ്ണൻ പടയൊരുക്കത്തിൽ നിന്ന് പിന്മാറി. ബലരാമൻ ഉദ്ധവനെയും കൂട്ടി ഹസ്തിനപുരത്തിലേക്ക് യാത്രയായി. ബലരാമൻ പുറത്ത് ദുര്യോധനനെ കാത്തുനിന്നു. ഉദ്ധവൻ അകത്തുപോയി ബലരാമൻ എത്തിയിട്ടുണ്ടെന്ന് ദുര്യോധനനെ അറിയിച്ചു. ബലരാമൻ വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞതോടെ ശകുനി ദുര്യോധനനോട് രഹസ്യമായി പറഞ്ഞു, കൃഷ്ണന്റെ മോനെ കൊണ്ടുപോകാനായിട്ടാവും അവൻ വന്നിട്ടുള്ളത്. അങ്ങയുടെ മകളെ അപഹരിച്ച് അപമാനിച്ച അവനെ ഒരു കാരണവശാലും വിട്ടുകൊടുക്കരുത്. ദുര്യോധനൻ അതിന് മറുപടി ഒന്നും പറഞ്ഞില്ല. ദുര്യോധനൻ തന്റെ ഗുരുവും കൂടിയായ ബലരാമനെ സ്വീകരിക്കാനായി പുറത്തേക്ക് പോയി. ബലരാമനെ ദുര്യോധനൻ യഥോചിതം സ്വീകരിച്ച് അകത്തേക്ക് ആനയിച്ചു. കുശല പ്രശ്നങ്ങൾക്ക് ശേഷം ബലരാമൻ പറഞ്ഞു, മഹാരാജാവ് ഉഗ്രസേനൻ കൽപ്പിച്ചതനുസരിച്ചാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. നിങ്ങൾ സാമ്പനെ തടവിലാക്കിയിരിക്കുന്നതായി അറിഞ്ഞു. അവനെ വിട്ടുകിട്ടണമെന്നാണ് മഹാരാജാവിൻ്റെ ആഗ്രഹം. കൃഷ്ണനും അത് ആഗ്രഹിക്കുന്നു. ദയവായി സാമ്പനെ വിട്ടുതരണം. ബലരാമന്റെ അഭ്യർത്ഥന കേട്ടപാടെ ദുര്യോധനൻ അട്ടഹസിച്ചു. കൊള്ളാം മഹാരാജാവേ, ആരാണ് യാദവർക്ക് രാജാവാകാൻ അവകാശം തന്നത്? നിങ്ങൾക്ക് യോജിച്ച പണികളിൽ ഏർപ്പെട്ടാൽ മതി. എന്തായാലും സാമ്പിനെ തിരികെ നൽകാൻ നിർവാഹമില്ല. ബലരാമൻ വളരെ വിനയപൂർവ്വം പലതും പറഞ്ഞു നോക്കി. ദുര്യോധനനാകട്ടെ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകാതെ
ബലരാമനെയും കൃഷ്ണനെയും ക്രൂരമായി പരിഹസിക്കുകയും ചെയ്തു. അതെല്ലാം കേട്ടിരുന്ന ശേഷം ബലരാമൻ പറഞ്ഞു, നിങ്ങൾ ഇനിയെങ്കിലും എന്നോട് അല്പം ദയ കാട്ടണം. ആ കുട്ടിയെ എനിക്ക് വിട്ടുതരണം. പറ്റില്ലെന്ന് പറഞ്ഞില്ലേ, അവനെ വിട്ടുതരില്ല. നിങ്ങൾക്കിനി പോകാം. ബലരാമനോട് ദുര്യോധനൻ കയർത്തു. ബലരാമൻ എണീറ്റു. അത് കണ്ടപ്പോൾ ബലരാമൻ തോറ്റു പിന്മാറുകയാണെന്ന് ദുര്യോധനൻ തീർച്ചയാക്കി. പക്ഷേ ആ കണക്കുകൂട്ടൽ തെറ്റി. ബലരാമൻ എണീറ്റ് അത്യുച്ചത്തിൽ വന്നലറിക്കൊണ്ട് ഉറിയിൽ നിന്ന് വാൾ വലിച്ചൂറി. അതിൻ്റെ മിന്നുന്ന പ്രകാശത്തിൽ ദുര്യോധനന്റെ കണ്ണഞ്ചി. ബലരാമൻ വാളിന്റെ അഗ്രത്തെ ഭൂമിയിൽ ആഴത്തിൽ കുത്തിയിറക്കി. ഹസ്തിനപുരം ആകെ ഇളകി മറിയുന്നത് പോലെ അനുഭവപ്പെട്ടു. ജനങ്ങൾ ഭയന്ന് നിലവിളിച്ചു. അവർ വീട് വിട്ട് ഇറങ്ങി ഓടി. ഹസ്തിനപുരം കൂടുതൽ ചെരിഞ്ഞു വന്നു. അതിനനുസരിച്ച് ബലരാമൻ ഭൂമിയിൽ ആഴ്ത്തിയിറക്കിയ വാളിന്റെ മേൽ ബലം പ്രയോഗിച്ചു കൊണ്ടിരുന്നു. ഹസ്തിനപുരം ഗംഗയിലേക്ക് മറിയുമെന്ന നിലയ്ക്ക് ചരിയുന്നുണ്ടായിരുന്നു. അതോടെ ഭീഷ്മർ ഓടിക്കിതച്ചെത്തി. ഭീഷ്മർ ബലരാമന്റെ കാല് പിടിച്ചു. ഭീഷ്മർ യാചനാസ്വരത്തിൽ ബലരാമനോട് അപേക്ഷിച്ചു, അങ്ങ് ഞങ്ങളെ കഷ്ടത്തിലാക്കരുതേ. അറിവില്ലായ്മ കൊണ്ട് പറ്റിപ്പോയ തെറ്റിന് ഞങ്ങളോട് അങ്ങ് പൊറുക്കണം. ഞങ്ങളെ രക്ഷിക്കണം. സാമ്പനെ ഉടനെ തന്നെ മോചിപ്പിക്കാമെന്ന് ദുര്യോധനൻ അറിയിക്കുന്നു. ഭീഷ്മർ ഇത്രയും പറഞ്ഞപ്പോൾ തന്നെ ഭടന്മാർ സാമ്പനെയും ലക്ഷണനെയും ബലരാമന്റെ മുന്നിലെത്തിച്ചു. അതോടെ ബലരാമൻ ഭൂമിയിൽ ആഴ്ത്തിയിറക്കിയിരുന്ന ആയുധം വലിച്ചെടുക്കുകയും ചെരിഞ്ഞു നിന്നിരുന്ന ഹസ്തിനപുരത്തെ നേരെ ഉറപ്പിച്ചു നിർത്തുകയും ചെയ്തു. ദുര്യോധനനും ബലരാമനെ കണ്ട് മാപ്പപേക്ഷിച്ചു. മാത്രമല്ല, മകൾക്ക് വേണ്ടി അളവില്ലാത്ത ധനവും രത്നാഭരണങ്ങളും നൽകി. ദ്വാരകയിലെത്തിയ സാമ്പനെയും ലക്ഷണനെയും കൃഷ്ണനും ജാമ്പവതിയും വലിയ സന്തോഷത്തോടെ സ്വീകരിച്ചു. തുടർന്ന് വളരെ ആർഭാടത്തോടെ സാമ്പനും ലക്ഷണയും തമ്മിലുള്ള വിവാഹം നടന്നു. ഇനി ഉഷാപരിണയം കേൾക്കാം. മഹാബലിയുടെ മൂത്ത പുത്രനായിരുന്നു ബാണാസുരൻ. വലിയ ശിവഭക്തനായിരുന്നു അദ്ദേഹം. സത്യം, ധർമ്മം, സ്നേഹം, ദയ എന്നിവയിലൊക്കെ അടിയുറച്ച് വിശ്വസിച്ചിരുന്ന ബാണാസുരനോട് ദേവന്മാർക്ക് പ്രത്യേക മമത ഉണ്ടായിരുന്നു. ഒരു മലയോര പ്രദേശത്ത് ശോണിതപുരി എന്നൊരു നഗരമുണ്ടാക്കി അവിടെ രാജാവായി കഴിയുകയായിരുന്നു ബാണാസുരൻ. ബാണന്റെ മകളായിരുന്നു ഉഷ. ശിവഭക്തനായിരുന്ന ബാണാസുരൻ ഒരിക്കൽ ഒരു കഠിന തപസ്സിലേർപ്പെട്ടു. ഭഗവാൻ പരമേശ്വരൻ പ്രത്യക്ഷപ്പെടുകയും ബാണനെ അനുഗ്രഹിക്കുകയും എന്താണ് ആവശ്യമെന്ന് അന്വേഷിക്കുകയും ചെയ്തു. വളരെ വിചിത്രമായിരുന്നു ബാണന്റെ ആവശ്യം. തനിക്ക് 1000 കൈകൾ ലഭിക്കണമെന്ന്. ഭക്തന്റെ ആവശ്യം എന്തായാലും നിറവേറ്റണമല്ലോ. ഭഗവാൻ ബാണന് 1000 കൈകൾ നൽകി. ഒരിക്കൽ ശിവൻ താണ്ഡവമാടിയപ്പോൾ ബാണൻ തന്റെ 1000 കൈകൾ കൊണ്ട് പക്കമേളം നടത്തി. ബാണാസുരന്റെ പക്കമേളത്തിൽ പരമേശ്വരൻ സന്തോഷവാനായി. പരമേശ്വരൻ ബാണനെ സമീപിച്ച് ഇഷ്ടമുള്ള വരം ചോദിച്ചു കൊള്ളാൻ ആവശ്യപ്പെട്ടു. ബാണാസുരൻ അല്പനേരം മൗനം പൂണ്ടു. എന്തു വേണമെങ്കിലും തരാമെന്ന വാഗ്ദാനത്തോടെ തന്റെ മുന്നിൽ നിൽക്കുന്ന പരമശിവനെ കുറിച്ച് ഓർത്തപ്പോൾ ബാണാസുരന് വല്ലാതെ അഹന്ത തോന്നി. അഹന്തയിൽ മതിമറന്ന ബാണാസുരൻ ഭഗവാനോട് പറഞ്ഞു, ഭഗവാൻ, അങ്ങ് എൻ്റെ കോട്ടയുടെ കാവൽ ഭടനാവണം. എങ്കിൽ പിന്നെ എനിക്ക് ആരെയും ഭയക്കേണ്ടതില്ലല്ലോ. ബാണാസുരന്റെ ആവശ്യം കേട്ട് പരമേശ്വരൻ ഞെട്ടി. എന്താണ് ചെയ്യുക? ആവശ്യപ്പെടുന്നത് എന്തും സാധിച്ചു കൊടുക്കാമെന്ന വാഗ്ദാനത്തിൽ നിന്ന് പിന്മാറുന്നതെങ്ങനെ? ശിവന് ബാണാസുരന്റെ ആവശ്യം സാധിച്ചു കൊടുക്കാതെ തരമില്ലെന്നായി. പരമശിവൻ തന്റെ കോട്ടവാതിൽക്കൽ കാവൽഭടനായതോടെ ബാണാസുരന് ശത്രുഭയം കൂടാതെ സ്വൈര്യമായി രാജ്യഭരണം നടത്താമെന്നായി. അങ്ങനെയിരിക്കെ ഒരു ദിവസം ബാണപുത്രിയായ ഉഷ രാത്രിയിൽ ഉറക്കത്തിൽ ഞെട്ടിയുണർന്ന് നിലവിളിക്കാൻ തുടങ്ങി. അയ്യോ, എൻ്റെ നാഥ എവിടെ പോകുന്നു? എന്നെ ഒറ്റക്കാക്കി എങ്ങോട്ടാണ് അങ്ങ് പോകുന്നത്? ഞാനും അങ്ങയോടൊപ്പം വരുന്നു. അസമയത്ത് ഉറക്കത്തിൽ നിന്നുണർന്ന് നിലവിളിക്കുന്ന ഉഷ ഏതോ ഒരു സ്വപ്നത്തിലായിരുന്നു. ഉഷയുടെ നിലവിളി കേട്ട് അതേ മുറിയിലുണ്ടായിരുന്ന അവളുടെ തോഴി ചിത്രലേഖ അടുത്തു ചെന്നു. ബാണന്റെ പ്രധാന മന്ത്രിമാരിൽ ഒരാളായ കുംഭാണ്ഡന്റെ മകളായിരുന്നു തോഴിയായ ചിത്രലേഖ. ചിത്രലേഖയെ കണ്ടതും ഉഷ ഓരോന്ന് ചോദിച്ച് കരയാൻ തുടങ്ങി. തോഴി, അദ്ദേഹം എവിടെ പോയി? എന്നെ എന്തെല്ലാം പറഞ്ഞ് മോഹിപ്പിച്ചതാണ്. എന്നിട്ടിപ്പോൾ അദ്ദേഹം എവിടെ? എൻ്റെ ചിത്രലേഖയെ, നീ അദ്ദേഹത്തെ കണ്ടുവോ? ഉഷയുടെ ചോദ്യങ്ങളും കരച്ചിലും ചന്ദ്രലേഖയെ വല്ലാതെ ആശയക്കുഴപ്പത്തിലാക്കി. ഉഷയെ ആശ്വസിപ്പിച്ചുകൊണ്ട് ചിത്രലേഖ അവളോട് പലതും ചോദിച്ചു. ഭവതി ആരെക്കുറിച്ചാണ് പറയുന്നത്? ആരാണ് ഇവിടെ വന്നു പോയത്? തോഴി, എനിക്കൊന്നും അറിയില്ല.
അദ്ദേഹം എന്നോടൊപ്പം ഏറെ നേരം ഉണ്ടായിരുന്നു. സുന്ദരനും സുശീലനുമായ ഒരു യുവാവ്. ഞാൻ അയാളെ ഇതിനു മുൻപ് കണ്ടിട്ടേയില്ല. ഇത് സ്വപ്നമോ അതോ യാഥാർത്ഥ്യമോ എന്ന് എനിക്കറിയില്ല. എനിക്ക് അദ്ദേഹത്തെ കണ്ടേ മതിയാവൂ. തോഴി ലേഖേ, നീ എന്നെ സഹായിക്കില്ലേ? ഉഷ ആകെ വിവശയായിരുന്നു. അവൾ ചിത്രലേഖയുടെ മടിയിൽ തലചായ്ച്ചു. എങ്ങനെയാണ് രാജകുമാരിയെ ആശ്വസിപ്പിക്കുക? ഉഷ ഓരോന്നാലോചിച്ചു. എന്നിട്ട് പറഞ്ഞു, നോക്കൂ ഭവതി കണ്ട ആ യുവാവിനെ നമുക്ക് എങ്ങനെയെങ്കിലും തിരിച്ചറിയാൻ കഴിഞ്ഞാൽ ഭവതിയുടെ അവസ്ഥയെക്കുറിച്ച് അദ്ദേഹത്തെ അറിയിക്കുകയെങ്കിലും ചെയ്യാമായിരുന്നു. ഞാനൊരു കാര്യം ചെയ്യാം. എനിക്ക് ചിത്രമെഴുതാൻ അറിയാം. നാരദ മഹർഷിയാണ് എന്നെ ചിത്രമെഴുത്ത് പഠിപ്പിച്ചത്. ദേവന്മാരെയും ദേവതമാരെയും ഒക്കെ എനിക്ക് വരയ്ക്കാനാവും. അതുപോലെ ഭൂമിയിൽ പ്രസിദ്ധരായിട്ടുള്ളവരെയും എനിക്ക് വരയ്ക്കാൻ സാധിക്കും. ഞാൻ ഓരോരുത്തരെയായി വരയ്ക്കാം. അവരിൽ ആരെയാണ് ഭവതി സ്വപ്നത്തിൽ കണ്ടതെന്ന് പറയൂ. ചിത്രലേഖയുടെ നിർദ്ദേശം ഉഷയ്ക്ക് സമ്മതമായി. ചിത്രലേഖ ചിത്രങ്ങൾ വരച്ചു തുടങ്ങി. ദേവന്മാരുടെ ചിത്രങ്ങൾ പലതും വരച്ചു. പക്ഷേ അവയിലൊന്നും ഉഷ കണ്ട ആ സുന്ദര രൂപൻ ഇല്ലായിരുന്നു. അടുത്തതായി ചിത്രലേഖ കൃഷ്ണനെ വരച്ചു തുടങ്ങി. ഉഷ ആ ചിത്രത്തിൽ കൗതുകത്തോടെ നോക്കിയിരുന്നു. ചിത്രലേഖ ശ്രദ്ധിച്ചു. വരച്ചു തീർന്നപ്പോൾ താൻ കണ്ട യുവാവിനോട് എവിടെയോ ചെറിയൊരു സാമ്യം ആ ചിത്രത്തിനുണ്ടെന്ന് ഉഷയ്ക്ക് തോന്നി. എങ്കിലും സ്വപ്നത്തിൽ കണ്ട യുവാവല്ല ആ ചിത്രത്തിലേതെന്ന് അവൾക്ക് ഉറപ്പായിരുന്നു. ചിത്രലേഖ വീണ്ടും വരച്ചു. ഇക്കുറി പ്രത്യുപ്നന്റെ ചിത്രമാണ് അവൾ വരച്ചത്. അത് കണ്ടതോടെ ഉഷയുടെ കണ്ണുകളിൽ കൂടുതൽ തിളക്കം. സ്വപ്നത്തിൽ കണ്ട യുവാവിനോട് വളരെ സാമ്യം തോന്നുന്നുവെങ്കിലും ഇയാളെയല്ല കണ്ടതെന്ന് ഉഷ സങ്കടത്തോടെ പറഞ്ഞു. ചിത്രലേഖ എത്രയെത്ര ചിത്രങ്ങൾ വരച്ചു, അതിലൊന്നും താൻ കണ്ട ആളില്ലല്ലോ. ഉഷ പരിതപിച്ചു. അവൾക്ക് സങ്കടമേറി. പക്ഷേ ചിത്രലേഖ പിന്തിരിഞ്ഞില്ല. കൃഷ്ണന്റെയും പ്രത്യുപ്നന്റെയും ചിത്രം വരച്ച ശേഷം അവൾ അനിരുദ്ധന്റെ ചിത്രം വരയ്ക്കാൻ ആരംഭിച്ചു. ആ ചിത്രം പൂർണ്ണമാവുന്നതിനനുസരിച്ച് ഉഷയുടെ മുഖത്ത് പ്രസരിപ്പുമേറി. കണ്ണുകളിൽ വിസ്മയം. ചിത്രലേഖ ചിത്രം വരച്ച് പൂർത്തിയാക്കിയതും ഉഷ ഓടിച്ചെന്ന് ആ ചിത്രം കയ്യിലെടുത്ത് ഇമയടക്കാതെ അതിൽ തന്നെ നോക്കി നിന്നു. അവൾ സന്തോഷം കൊണ്ട് വീർപ്പ് മുട്ടി. കണ്ണുകളിൽ ആനന്ദ ബാഷ്പം നിറഞ്ഞു. ഉഷ ആ ചിത്രത്തെ മാറോടണച്ചു. എന്നിട്ട് വിതുമ്പി കരയാൻ തുടങ്ങി. അപ്പോൾ ചിത്രലേഖ ചോദിച്ചു, എന്താ, ഇദ്ദേഹത്തെയാണോ ഭവതി സ്വപ്നത്തിൽ കണ്ടത്? അതേ തോഴി, അതെ. എനിക്ക് ഇദ്ദേഹത്തെ ജീവനോടെ കാണണം. അതിനായില്ലെങ്കിൽ എനിക്കിനി ജീവിക്കേണ്ടതില്ല. എന്താ ഇങ്ങനെ കടുത്ത വാക്കുകൾ പറയുന്നത്? അദ്ദേഹത്തെ കൊണ്ടുവരാൻ ഞാൻ ശ്രമിക്കാം. ചിത്രലേഖ ഉഷയെ സമാധാനിപ്പിച്ചു. എന്നിട്ട് ഉടനെ വരാമെന്ന് പറഞ്ഞ് ചിത്രലേഖ അവിടം വിട്ടു. മായാവിദ്യകൾ ഏറെ പഠിച്ചിട്ടുള്ളവരായിരുന്നു ചിത്രലേഖ. യോഗാഭ്യാസവും നല്ലതുപോലെ വശമുണ്ടായിരുന്നു. മായാവിദ്യയുടെയും യോഗാഭ്യാസത്തിൻ്റെയും ബലത്തിൽ അവൾ വളരെ വേഗത്തിൽ ദ്വാരകയിലെത്തി. സമയം അർദ്ധരാത്രിയോടടുത്തിരുന്നു. ഗാഠനിദ്രയിലായിരുന്നു ദ്വാരക. എല്ലാവരും ഉറക്കത്തിൽ. ചിത്രലേഖ അനിരുദ്ധന്റെ മുറിയിൽ പ്രവേശിച്ചു. സുന്ദരനും യുവാവുമായ അനിരുദ്ധൻ നല്ല ഉറക്കത്തിലായിരുന്നു. കൃഷ്ണദേവന്റെ പേരക്കിടാവിന്റെ മുന്നിലാണ് താൻ നിൽക്കുന്നതെന്ന് ഓർത്തപ്പോൾ ചിത്രലേഖയ്ക്ക് വല്ലാത്ത വീർപ്പുമുട്ടി. അവൾ മെല്ലെ അനിരുദ്ധനെ കൈകളിൽ കോരിയെടുത്ത് ശോണിതപുരിയിലേക്ക് പോന്നു. ദ്വാരകയിൽ നിന്ന് അനിരുദ്ധനെ അപഹരിച്ച കാര്യം ആരും അറിഞ്ഞില്ല. അനിരുദ്ധനെയും കൊണ്ട് ശോണിതപുരിയിലെത്തിയ ചിത്രലേഖ മെല്ലെ ഉഷയുടെ ശയനമുറിയിൽ പ്രവേശിച്ചു. ഉഷ നല്ല ഉറക്കത്തിലായിരുന്നു. ചിത്രലേഖ അനിരുദ്ധനെ ഉഷയുടെ അരികിൽ കിടത്തി. എന്നിട്ട് അവിടെ നിന്ന് മാറിക്കളഞ്ഞു. ഉഷ ഉറക്കത്തിൽ കൈകൾ ചലിപ്പിച്ചപ്പോൾ തൊട്ടടുത്ത് ആരോ കിടക്കുന്നതായി അനുഭവപ്പെട്ടു. ഒരു മൃദു സ്പർശം. അനിരുദ്ധൻ ഞെട്ടി ഉണർന്ന് നോക്കുമ്പോൾ കിടക്കയിൽ ഒരു സുന്ദരി. അതിനകം ഉഷയും ഉണർന്നിരുന്നു. കിടക്കയിൽ ഒരു അതിസുന്ദരനെ, അതും സ്വപ്നത്തിൽ കണ്ട സുന്ദരനെ കണ്ട് ഉഷ വിസ്മയിച്ചു പോയി. ഇതും മുൻപത്തെ പോലെ സ്വപ്നമോ യാഥാർത്ഥ്യമോ? കുറച്ചു സമയം രണ്ടുപേരും പരസ്പരം നോക്കിയിരുന്ന ശേഷം അനിരുദ്ധൻ ചോദിച്ചു, സുന്ദരിയായ നീ ആരാണ്? ഞാൻ എവിടെയാണിപ്പോൾ എത്തിയിരിക്കുന്നത്? അനിരുദ്ധന്റെ ശബ്ദം കേട്ടപ്പോൾ ഉഷയ്ക്ക് എന്തെന്നില്ലാത്ത സന്തോഷം. ഇത് സ്വപ്നമല്ലെന്ന് തീർച്ചയായി. സ്വപ്നത്തിൽ കണ്ട ആളെ കൊണ്ടുവരാൻ ശ്രമിക്കാമെന്ന തോഴി ചിത്രലേഖയുടെ വാഗ്ദാനം ഉഷ ഓർത്തു. ഉഷ അനിരുദ്ധന്റെ അടുത്തേക്ക് ചേർന്നിരുന്നു. എന്നിട്ട് സംഭവിച്ചതെല്ലാം അനിരുദ്ധനെ പറഞ്ഞു കേൾപ്പിച്ചു. ഉഷ പറഞ്ഞത് കേട്ട് അനിരുദ്ധൻ അതിശയിച്ചു പോയി. ദ്വാരകയിൽ കിടന്നുറങ്ങിയ താൻ ബാണാസുരന്റെ പുത്രിയുടെ ശയനമുറിയിൽ എത്തിയിരിക്കുകയാണെന്ന് അനിരുദ്ധന് അവിശ്വസനീയമായി തോന്നി. പക്ഷേ യഥാർത്ഥത്തിൽ സംഭവിച്ച കാര്യങ്ങളെ എങ്ങനെയാണ് വിശ്വസിക്കാതിരിക്കുക? അനിരുദ്ധൻ ഉഷയുടെ സ്നേഹത്തിനും പരിലാളത്തിനും പെട്ട് എല്ലാം മറന്നു. അവളോടൊപ്പം ശോണിതപുരിയിൽ മാസങ്ങളോളം കഴിഞ്ഞു.
മകൾ ഉഷയുടെ അന്തഃപുരത്തിൽ ഒരു പുരുഷൻ ഉണ്ടെന്ന കാര്യം ബാണാസുരൻ അറിഞ്ഞിരുന്നതേയില്ല. ബാണാസുരൻ എന്നല്ല, ചിത്രലേഖയ്ക്കല്ലാതെ മറ്റാർക്കും ആ കാര്യം അറിയില്ലായിരുന്നു. അത്രയ്ക്ക് രഹസ്യമായിട്ടാണ് ഉഷ അനിരുദ്ധനെ സ്വന്തം മുറിയിൽ പാർപ്പിച്ചിരിക്കുന്നത്. അങ്ങനെയിരിക്കെ ഒരു നാൾ ഉഷ കുളിക്കാനായി പോയപ്പോൾ ഒരു തോഴി അവളെ അന്വേഷിച്ച് മുറിയിൽ ചെന്നു. അപ്പോൾ അവിടെ അനിരുദ്ധനെ കണ്ട തോഴി ഉറക്കെ നിലവിളിച്ച് ബഹളം കൂട്ടി. ഇതാ രാജകുമാരിയുടെ മുറിയിൽ കള്ളൻ, ഓടിവായോ, കള്ളൻ, കള്ളൻ. തോഴിയുടെ നിലവിളി കേട്ട് ഭടന്മാരും മറ്റും ഓടിക്കൂടി. അനിരുദ്ധൻ ആകെ വിഷമത്തിലായി. അനിരുദ്ധനെ പിടിക്കാനായി ഭടന്മാർ ഓരോരുത്തരായി മുന്നോട്ട് കുതിച്ചു. അനിരുദ്ധൻ സകലരെയും അടിച്ചു നിലത്തിട്ടു. ആർക്കും അനിരുദ്ധനെ കീഴടക്കാനായില്ല. കള്ളൻ ചില്ലറക്കാരനല്ലെന്ന് അവർ രാജാവിനെ വിവരം അറിയിച്ചു. അപ്പോഴേക്കും കുളി കഴിഞ്ഞ് ഉഷ എത്തി. അനിരുദ്ധന്റെ അവസ്ഥ കണ്ട് ഉഷ ആകെ വിഷമത്തിലായി. ഇനിയിപ്പോൾ അച്ഛനെത്തിയാൽ കാര്യം വളരെ കുഴപ്പത്തിലാകും. അവൾ ആകെ പരിഭ്രാന്തയായി. നാഥ, എൻ്റെ അച്ഛൻ വരും മുമ്പേ അങ്ങ് ഇവിടെ നിന്ന് രക്ഷപ്പെട്ടോളൂ. നമുക്ക് പിന്നീട് ഒന്നിച്ച് ജീവിക്കാം. തൽക്കാലം രക്ഷപ്പെടും. ഉഷ അനിരുദ്ധനോട് കേണപേക്ഷിച്ചു. എന്ത് രക്ഷപ്പെടാനോ, ഒളിച്ചോടാനോ? ഞങ്ങളുടെ വംശത്തിന് അത് യോജിച്ചതല്ല. ശത്രുവിനെ ഭയന്ന് ഓടുന്ന ഭീരുക്കളല്ല ഞങ്ങൾ. ഞാൻ കൃഷ്ണദേവന്റെ പേരക്കിടാവാണെന്ന് അറിയില്ലേ? അനിരുദ്ധൻ ഉഷയെ ഓർമ്മിപ്പിച്ചു. അതിനിടെ ബാണാസുരൻ വിവരമറിഞ്ഞെത്തി. ഉഷയുടെ അടുക്കൽ നിൽക്കുന്ന അനിരുദ്ധനെ കണ്ടപ്പോൾ ബാണാസുരന്റെ കണ്ണുകൾ കത്തിജ്വലിച്ചു. അനിരുദ്ധന്റെ നേർക്ക് ബാണാസുരൻ കുതിച്ചു ചാടി. ബാണാസുരനും അനിരുദ്ധനും തുല്യരായി പൊരുതി നിന്നു. അതിനിടെ ഉഷ അച്ഛന്റെ കാൽക്കൽ വീണ് കേണപേക്ഷിച്ചു. അച്ഛ, അദ്ദേഹത്തെ വെറുതെ വിടൂ. കൃഷ്ണദേവന്റെ പേരമകനാണ് അദ്ദേഹം. അദ്ദേഹം ഒരു തെറ്റും ചെയ്തിട്ടില്ല. തെറ്റ് ചെയ്തത് ഞാനാണ്. വേണമെങ്കിൽ അച്ഛൻ എന്നെ കൊന്നോളൂ. അദ്ദേഹത്തെ വെറുതെ വിടൂ. ഉഷയുടെ അപേക്ഷ ബാണാസുരൻ കേട്ടതായി പോലും ഭാവിച്ചില്ല. കാൽക്കൽ വീണ ഉഷയെ ബാണാസുരൻ കാലുകൊണ്ട് തട്ടി ദൂരെ തെറിപ്പിച്ചു. വീണ്ടും അനിരുദ്ധന്റെ നേർക്ക് തിരിഞ്ഞു. ഏറെ നേരത്തെ മൽപ്പിടുത്തത്തിന് ശേഷം ബാണാസുരൻ അനിരുദ്ധനെ കീഴടക്കി തുറങ്കലിട്ടു. ഉഷ ആകെ വിഷമത്തിലായി. തന്റെ പ്രാണനാഥൻ അനുഭവിക്കുന്ന അപമാനത്തിനും യാതനയ്ക്കും കാരണക്കാരി ഞാനാണല്ലോ എന്നോർത്ത് ഉഷ വിതുമ്പിക്കരഞ്ഞു. തുറങ്കലിൽ കിടക്കുന്ന അനിരുദ്ധനെ ഓർക്കുമ്പോൾ ഉഷയ്ക്ക് സമനില തെറ്റിയിരുന്നു. ഉഷയ്ക്ക് ഇപ്പോൾ ചിത്രലേഖ മാത്രമാണ് ആശ്രയമായിട്ടുള്ളത്. ചിത്രലേഖ അവളെ സാന്ത്വനിപ്പിച്ചു. തുറങ്കലിൽ കിടക്കുന്ന അനിരുദ്ധനെ കാണാൻ ഒരു നാൾ ഉഷ അച്ഛനോട് സമ്മതം തേടി. ബാണാസുരൻ മകൾക്ക് നേരെ തട്ടിക്കയറി. അവനെ കാണാൻ നിനക്ക് സമ്മതം വേണമല്ലേ? ഓ എൻ്റെ മുന്നിൽ നിന്ന്. അവനെ ഞാൻ. ബാണാസുരൻ ഉഷയ്ക്ക് അനുമതി നൽകിയതേയില്ല. ഉഷ മുറിയിൽ തിരിച്ചെത്തി. അനിരുദ്ധനെ കാണാതെ ഭക്ഷണം കഴിക്കില്ലെന്ന് ശപഥം ചെയ്തു. ദിവസം 2-3 ഉഷ പട്ടിണിയിലാണ്. ആകെ തളർന്ന് വിവശയായിട്ടുണ്ട്. തൻ്റെ പ്രിയപ്പെട്ട മകൾ നിരാഹാരത്തിലാണെന്നറിഞ്ഞ് ബാണാസുരൻ വല്ലാതെ സങ്കടത്തിലായി. ബാണാസുരൻ ചിത്രലേഖയെ വിളിപ്പിച്ചു. അനിരുദ്ധനെ കാണാൻ ഉഷയ്ക്ക് അനുവാദം നൽകിയിരിക്കുന്നതായി അറിയിച്ചു. ചിത്രലേഖ ഉഷയുടെ അടുക്കലേക്ക് ഓടിയെത്തി. അവൾ ഉഷയെ കിടക്കയിൽ നിന്ന് എഴുന്നേൽപ്പിച്ച് ആ സന്തോഷ വർത്തമാനം അറിയിച്ചു. അതറിഞ്ഞ ഉടനെ അനിരുദ്ധനെ കാണാൻ പോകണമെന്നായി ഉഷ. പക്ഷേ ചിത്രലേഖ അതിന് അനുവദിച്ചില്ല. ചിത്രലേഖ പറഞ്ഞു, കുമാരി, ഭവതി ഇത്ര ക്ഷീണിതയായി അവശയായി അദ്ദേഹത്തെ കാണാൻ പോകുന്നത് ശരിയല്ല. അത് അദ്ദേഹത്തെ കൂടുതൽ വിഷമിപ്പിക്കുകയേ ഉള്ളൂ. അതുകൊണ്ട് കുളിച്ച് ഭക്ഷണം കഴിച്ച ശേഷം പോകാം. ചിത്രലേഖയുടെ ഉപദേശം ശരിയാണെന്ന് ഉഷയ്ക്കും തോന്നി. ഉഷ തോഴിയുടെ അഭിപ്രായം മാനിച്ച് കുളിക്കാനും മറ്റുമായി പോയി. അതിനുശേഷം ചിത്രലേഖ ഉഷയെയും കൂട്ടി അനിരുദ്ധനെ പാർപ്പിച്ചിരുന്ന തുറങ്കലിലേക്ക് ചെന്നു. അഴിക്കുള്ളിൽ കിടക്കുന്ന അനിരുദ്ധനെ കണ്ടപ്പോൾ ഉഷയ്ക്ക് നിയന്ത്രിക്കാനായില്ല. അവൾ പൊട്ടിക്കരഞ്ഞു. അത് കണ്ട് അനിരുദ്ധനും വല്ലാതായി. അനിരുദ്ധൻ ഉഷയെ സമാധാനിപ്പിച്ചു. പ്രിയേ, നീ എന്തിനാണിങ്ങനെ കരയുന്നത്? നിനക്ക് വേണ്ടി എന്തു സഹിക്കാനും നേരിടാനുമുള്ള കരുത്ത് എനിക്കുണ്ട്. തൽക്കാലം നീ ശാന്തിയാവൂ, സമാധാനിക്കൂ. എന്തും നേരിടാൻ കരുത്തുണ്ടെങ്കിലും നിന്റെ കണ്ണുനീര് കാണുമ്പോൾ ഞാൻ ദുർബലനാകുന്നു. നീ വിഷമിക്കാതിരിക്കൂ. അനിരുദ്ധന്റെ സാന്ത്വന വാക്കുകൾക്കൊന്നും ഉഷയെ ആശ്വസിപ്പിക്കാനായില്ല. ഉഷ അനിരുദ്ധനോട് പറഞ്ഞു, അങ്ങ് എത്രയും വേഗം ഇവിടെ നിന്ന് രക്ഷപ്പെടൂ. ഞാനും അങ്ങയെ രക്ഷപ്പെടാൻ സഹായിക്കാം. ഓഹോ, സഹായ വാഗ്ദാനവുമായാണോ വന്നിട്ടുള്ളത്? തടവുചാടി രക്ഷപ്പെടാൻ സഹായിക്കാമെന്നോ? ഇല്ല, എനിക്ക് അങ്ങനെ രക്ഷപ്പെടേണ്ട ആവശ്യമില്ല. എന്നെ ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ അച്ഛനും മുത്തച്ഛനും എന്നെ അന്വേഷിച്ചെത്തും. അവർ എന്നെയും നിന്നെയും സ്വതന്ത്രരാക്കും. അതുമതി. അതല്ലാതെ ഒളിച്ചോടാനൊന്നും ഞാനില്ല, അനിരുദ്ധൻ ഉറപ്പിച്ചു പറഞ്ഞു. അതിനിടെ ദ്വാരകയിൽ ആകെ അങ്കലാപ്പായി. 3-4 മാസമായി അനിരുദ്ധനെ കാണാനില്ല. അനിരുദ്ധനെ കുറിച്ച് ഒരു വിവരവുമില്ല. പണ്ട് കുഞ്ഞായിരുന്നപ്പോൾ
അനിരുദ്ധൻ്റെ അച്ഛനെയും തട്ടിക്കൊണ്ടുപോയി സമുദ്രത്തിൽ എറിഞ്ഞതാണ്. അതുപോലെ ഇപ്പോൾ മകനെയും ആരെങ്കിലും തട്ടിക്കൊണ്ടുപോയി അപകടപ്പെടുത്തിയിട്ടുണ്ടാവുമോ? അസുരന്മാരുടെ ശക്തി കുറേയൊക്കെ ക്ഷയിച്ചിട്ടുണ്ടെങ്കിലും അവരുടെ കൊള്ളരുതായ്മകൾ നിശേഷം തീർന്നിട്ടില്ല. ദ്വാരകയിലെ ജനങ്ങളെ അനിരുദ്ധൻ്റെ തിരോധാനം വല്ലാതെ വിഷമിപ്പിച്ചു. ആയിടേക്കാണ് നാരദമുനി ദ്വാരകയിലെത്തിയത്. ശോണിതപുരിയിലെ കാര്യങ്ങളെല്ലാം അറിഞ്ഞിട്ടായിരുന്നു നാരദ മഹർഷി ദ്വാരകയിൽ വന്നത്. നാരദമുനി കൃഷ്ണനെ കണ്ട് അനിരുദ്ധൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ച് പറഞ്ഞു. തൻ്റെ പ്രിയപ്പെട്ട പേരമകൻ ബാണാസുരൻ്റെ കൽത്തുറങ്കലിൽ തടവുകാരനായി കഴിയുന്നുവെന്നറിഞ്ഞ് കൃഷ്ണന് അരിശമേറി. ഉടനെ തന്നെ കൃഷ്ണൻ വമ്പിച്ച പടയൊരുക്കത്തോടെ ശോണിതപുരിയിലേക്ക് പുറപ്പെട്ടു. ബലരാമൻ, പ്രത്യുപ്നൻ, സാമ്പൻ, സാത്യകി തുടങ്ങിയവരും കൃഷ്ണനോടൊപ്പം ഉണ്ടായിരുന്നു. കൃഷ്ണനും യാദവപ്പടയും ശോണിതപുരിയിലെത്തി. കോട്ടവാതിലുകളിൽ ശിവഭൂതങ്ങൾ ആയുധങ്ങളുമേന്തി എന്തിനും തയ്യാറായി നിൽക്കുന്നു. പരമശിവനാണല്ലോ ബാണാസുരൻ്റെ കാവൽ ജോലി ഏറ്റെടുത്തിട്ടുണ്ടെന്ന കാര്യം കൃഷ്ണൻ ഓർത്തു. ആ നിലയ്ക്ക് ശിവഭൂതഗണങ്ങളുമായി നല്ലൊരു പോരാട്ടം വേണ്ടിവരുമെന്നും കൃഷ്ണൻ അറിയാമായിരുന്നു. കൃഷ്ണന്റെ യാദവപ്പടയും പരമശിവന്റെ ഭൂതഗണങ്ങളും തമ്മിൽ നടക്കാൻ പോകുന്ന ഭീകരയുദ്ധം കാണാനായി ആകാശത്തിൽ ബ്രഹ്മാവും ഇന്ദ്രനും മറ്റു ദേവന്മാരും നിരന്നു. യാദവ സൈന്യം ഭൂതഗണങ്ങളോട് ഇഞ്ചിനിഞ്ചി പൊരുതി നിന്നു. ഒടുവിൽ ഭൂതഗണങ്ങൾ ഗത്യന്തരമില്ലാതെ പിന്തിരിഞ്ഞോടി. അതോടെ യാദവപ്പട കോട്ടയ്ക്കുള്ളിലേക്ക് ഇരച്ചു കയറി. ഭൂതഗണങ്ങൾ പിന്തിരിഞ്ഞോടിയതോടെ ശ്രീ പരമേശ്വരൻ യുദ്ധത്തിനിറങ്ങി. അദ്ദേഹത്തെ സഹായിക്കാനായി യുദ്ധവീരനായ സുബ്രഹ്മണ്യനും രംഗത്തെത്തി. കൃഷ്ണനും യാദവപ്പടയെ നയിച്ചുകൊണ്ട് മുന്നിലെത്തി. പരമശിവനും കൃഷ്ണനും നേർക്കുനേർ പൊരുതി. കൃഷ്ണൻ അയച്ച ഓരോ അമ്പും പരമശിവൻ തകർത്തെറിഞ്ഞു. കൃഷ്ണൻ തൻ്റെ നാരായണാസ്ത്രം ശിവന്റെ നേർക്ക് പ്രയോഗിച്ചു. നാരായണാസ്ത്രത്തിന്റെ ശക്തി അറിയാമായിരുന്ന ശിവൻ പാശുപതാസ്ത്രം കൊണ്ട് അതിനെ തടഞ്ഞു. ആഗ്നേയാസ്ത്രങ്ങൾ യഥേഷ്ടം അന്തരീക്ഷത്തിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ചീറിപ്പാഞ്ഞു. ബ്രഹ്മാസ്ത്രം മറ്റൊരു ബ്രഹ്മാസ്ത്രവുമായി കൂട്ടിമുട്ടി തീ ചിതറി വീണു. വ്യായവ്യാസ്ത്രവും വരുണാസ്ത്രവും അജലാസ്ത്രങ്ങളും അന്യോന്യം ഇഷ്ടം പോലെ ഉപയോഗിക്കപ്പെട്ടു. എങ്കിലും കൃഷ്ണന് ശിവനെ അശക്തനാക്കാനായില്ല. യുദ്ധം ഇങ്ങനെ നീണ്ടുപോകുന്നതിൽ അർത്ഥമില്ലെന്ന് കണ്ടിട്ട് കൃഷ്ണൻ ശിവനു നേരെ ജൃംഭണാസ്ത്രം പ്രയോഗിച്ചു. അതോടെ ശിവൻ അർദ്ധമയക്കത്തിലായി. ഈ തക്കം നോക്കി കൃഷ്ണൻ ബാണാസുരന്റെ സൈന്യത്തോട് ശക്തമായി പോരാടി. തന്റെ സൈന്യത്തിന് നാശം വന്നുപെടുന്നുവെന്ന് കണ്ടതോടെ ബാണാസുരൻ തന്നെ നേരിട്ട് യുദ്ധക്കളത്തിലെത്തി. ആദ്യം സാത്യകിയോട് പൊരുതിയ ബാണാസുരൻ സാത്യകിയെ തോൽപ്പിച്ചു. പിന്നെ കൃഷ്ണനോടായി ബാണാസുരന്റെ യുദ്ധം. സുബ്രഹ്മണ്യൻ പ്രത്യുപ്നന്റെ ശക്തമായ ആക്രമണത്തിൽ പിന്തിരിഞ്ഞോടി. ബാണന്റെ മന്ത്രിമാരായ കുംഭാണ്ഡനും കൂപകർണനുമൊക്കെ ബലരാമനോട് ഏറ്റുമുട്ടി പരാജയപ്പെട്ട് യുദ്ധക്കളം വിട്ടു. എങ്കിലും ബാണാസുരൻ പതറിയില്ല. കൃഷ്ണന് നേരെ ബാണാസുരന്റെ 1000 കൈകളും വിശ്രമമില്ലാതെ പോരാടി. ഒരു നിമിഷം പെട്ടെന്ന് എല്ലാം നിശ്ചലമായി. ബാണാസുരനെ എങ്ങും കാണാനില്ല. എന്താണ് സംഭവിച്ചതെന്ന് കൃഷ്ണന് മനസ്സിലായില്ല. എങ്കിലും കൃഷ്ണൻ കരുതലോടെ നിന്നു. അസുരന്മാരുടെ മായാവിദ്യകളെക്കുറിച്ച് കൃഷ്ണന് നല്ലപോലെ അറിയാമായിരുന്നു. ബാണാസുരൻ തന്റെ മായാവിദ്യ കൊണ്ട് അല്പനേരം അപ്രത്യക്ഷനാവുകയാണ് ചെയ്തത്. തന്റെ കോട്ടയ്ക്കുള്ളിൽ പോയി കൃഷ്ണനെ നേരിടാനായി കൂടുതൽ തയ്യാറെടുപ്പുകൾ നടത്തുകയായിരുന്നു അദ്ദേഹം. കൃഷ്ണൻ എന്തും നേരിടാൻ തക്കവണ്ണം ചക്രായുധവുമായി നിലകൊണ്ടു. പെട്ടെന്ന് ബാണാസുരൻ കൃഷ്ണന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. കൃഷ്ണൻ പിന്നീടൊട്ടും വൈകിയില്ല. തന്റെ ചക്രായുധം ബാണാസുരന് നേരെ പ്രയോഗിച്ചു. അസുരന്റെ കൈമുറിഞ്ഞു. അപ്പോഴേക്കും ആലസ്യം വിട്ടെണീറ്റ പരമശിവൻ ഓടിച്ചെന്ന് കൃഷ്ണനോട് അപേക്ഷിച്ചു, കൃഷ്ണ, അവനെ കൊല്ലരുത്. അവൻ എൻ്റെ ഭക്തനാണ്. അവൻ്റെ വംശപാരമ്പര്യം ഓർത്തിട്ടെങ്കിലും അവനെ വെറുതെ വിടുക. മഹാബലിയുടെ മകനാണ്. പോരെങ്കിൽ ഭക്തനായ പ്രഹ്ലാദന്റെ വംശപാരമ്പര്യമുള്ളവനും അവനോട് ദയ കാണിച്ചാലും. പരമശിവന്റെ അഭ്യർത്ഥന മാനിച്ച് കൃഷ്ണൻ പറഞ്ഞു, മഹാത്മാവേ, ഞാൻ അങ്ങയുടെ കൽപ്പന അനുസരിക്കാം. ഞാൻ അവനെ കൊല്ലുന്നില്ല. അങ്ങ് പ്രസാദിച്ചു നൽകിയ 1000 കൈകളുടെ ഊക്കാണ് അവനെ ഇത്രമേൽ അഹങ്കാരിയാക്കിയത്. ആ അഹങ്കാരമാണ് അവൻ അങ്ങയെക്കൊണ്ട് അവൻ്റെ കവൽപ്പണി എടുപ്പിച്ചതും. എന്നിട്ടും അങ്ങ് അവൻ്റെ ജീവന് വേണ്ടി എന്നോട് ശുപാർശ ചെയ്യുന്നു. അങ്ങ് ഭക്തന്മാരോട് കാട്ടുന്ന ദയാദാക്ഷിണ്യം അപാരം തന്നെ. എന്തായാലും എനിക്ക് അങ്ങയുടെ കൽപ്പന അനുസരിച്ചേ മതിയാവൂ. എങ്കിലും അവൻ്റെ അഹന്ത കുറയ്ക്കണം. അതിനുവേണ്ടി ഞാൻ അവൻ്റെ 4 കൈകൾ മാത്രം നിലനിർത്തി ബാക്കിയുള്ളവ ഛേദിക്കുകയാണ്. ഞാൻ അവനെ കൊല്ലുന്നില്ല. കൃഷ്ണന്റെ അഭിപ്രായത്തോട് ശിവനും മനസ്സാലെ അനുകൂലിച്ചു. ബാണന്റെ 1000 കൈകളിൽ 4 മാത്രം ശേഷിച്ചു. അതോടെ അവൻ്റെ അഹന്തയും കുറഞ്ഞു. അതിനുശേഷം ബാണാസുരൻ തുറങ്കലിലായിരുന്ന അനിരുദ്ധനെ മോചിപ്പിച്ചു. ഉഷയെയും അനിരുദ്ധനെയും
കൃഷ്ണന്റെ മുമ്പിൽ ഹാജരാക്കി. എന്നിട്ട് കാൽക്കൽ വീണ് താൻ കാട്ടിയ അഹങ്കാരത്തിന് മാപ്പിരുന്നു. താൻ മുൻകാലത്ത് കാട്ടിയ അഹങ്കാരത്തെക്കുറിച്ചോർത്ത് ബാണാസുരൻ ഏറെ ദുഃഖിതനായി. പരമശിവനെ കാവൽക്കാരനായി നിയോഗിച്ചതിൽ പശ്ചാത്തപിച്ചു. ശിവൻ ബാണാസുരന്റെ കാവൽ ജോലിയിൽ നിന്ന് മോചിതനായി കൈലാസത്തിലേക്ക് മടങ്ങി. കൃഷ്ണൻ അനിരുദ്ധനെയും ഉഷയെയും കൂട്ടി ദ്വാരകയിലെത്തി. കാണാനില്ലായിരുന്ന അനിരുദ്ധൻ തിരിച്ചെത്തിയ വാർത്ത കാട്ടുതീ പോലെ പരന്നു. ദ്വാരകവാസികൾ തടിച്ചുകൂടി. അവർ കൃഷ്ണനെയും അനിരുദ്ധനെയും സ്തുതിച്ചു. ഒട്ടും വൈകാതെ തന്നെ അനിരുദ്ധനും ഉഷയും തമ്മിലുള്ള വിവാഹം ആഘോഷപൂർവ്വം നടക്കുകയും ചെയ്തു. ഒരിക്കൽ സാമ്പൻ, പ്രത്യുപ്നൻ തുടങ്ങിയവർ തങ്ങളുടെ മറ്റു ചങ്ങാതിമാർക്കൊപ്പം കാട്ടിൽ നായാട്ടിനു പോയി. വളരെ നേരം അവർ മൃഗങ്ങളെ വേട്ടയാടി രസിച്ചു. സമയം ഉച്ചയായതോടെ അവർക്ക് വിശപ്പും ദാഹവും വർദ്ധിച്ചു. ആഹാരമെല്ലാം കരുതിയിട്ടുണ്ട്, പക്ഷേ കുടിക്കാൻ വെള്ളമില്ല. സാധാരണ ചോലകളിൽ നിന്നാണ് വെള്ളം കുടിക്കാറുള്ളത്. ഈ പ്രദേശത്താണെങ്കിൽ നീർച്ചോലകൾ ഒന്നുമില്ല. അവരിൽ ചിലർ വെള്ളം അന്വേഷിച്ച് അങ്ങിങ്ങ് അലഞ്ഞു. അപ്പോഴാണ് ഒരു വലിയ കിണർ അവരുടെ കണ്ണിൽപ്പെട്ടത്. അവർ കിണറ്റിന് കരയിലേക്ക് ഓടി. അത്യാർത്തിയോടെ കിണറ്റിലേക്ക് എത്തിനോക്കി. കഷ്ടം, ഒരു തുള്ളി വെള്ളമില്ല. ഓരോരുത്തരായി എത്തിനോക്കി നിരാശരായി പിൻവാങ്ങി. അങ്ങനെ എത്തിനോക്കുമ്പോൾ കിണറ്റിനുള്ളിൽ എന്തോ അനങ്ങുന്നതായി സാമ്പന് തോന്നി. സാമ്പൻ ശ്രദ്ധിച്ചു. ഒരു ഓന്ത്. സാധാരണ ഓന്തല്ല, ഭീമാകാരനായ ഓന്ത്. ഒരു മനുഷ്യന്റെ വലിപ്പമുള്ള ഓന്ത്. സാമ്പൻ സുഹൃത്തുക്കളെയൊക്കെ വിളിച്ചു കാണിച്ചു. ശ്രദ്ധിച്ചു നോക്കിയപ്പോഴാണ് തറയുടെ തന്നെ നിരത്തിൽ നിശ്ചലമായി കിടക്കുന്ന ഓന്തിനെ അവർക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞത്. അതിനോട് അവർക്ക് ദയ തോന്നി. അവർ അതിനെ കിണറ്റിൽ നിന്ന് കരയിലേക്ക് കയറ്റാൻ ആവതും ശ്രമിച്ചു. കയർ പോലെ നീണ്ട കാട്ടുവള്ളി കിണറ്റിലേക്ക് ഇട്ടുകൊടുത്തു. ഓന്ത് അതിൽ തൊട്ടതുപോലുമില്ല. അവർ പലവിധത്തിൽ ശ്രമിച്ചെങ്കിലും ഓന്ത് കരയിൽ കയറാൻ കൂട്ടാക്കിയില്ല. ഒടുവിൽ അവർ ശ്രമം ഉപേക്ഷിച്ച് ദ്വാരകയിലേക്ക് പോയി. അവർ കൃഷ്ണനോട് കിണറ്റിനുള്ളിലെ ഓന്തിനെ കുറിച്ച് പറഞ്ഞു. അതിനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണമെന്ന് പ്രത്യുപ്നും സാമ്പനും നിർബന്ധിച്ചു. നിർബന്ധത്തിന് വഴങ്ങി കൃഷ്ണൻ കാട്ടിലേക്ക് തിരിച്ചു. അവിടെ കിണറ്റിനുള്ളിൽ കിടക്കുന്ന ഓന്തിന്റെ വലിപ്പം കണ്ടപ്പോൾ കൃഷ്ണനും വിസ്മയിച്ചു. പക്ഷേ അത് പ്രകടമാക്കാതെ ആ ഓന്തിനെ കിണറ്റിൽ നിന്ന് കൈകൊണ്ട് പൊക്കിയെടുത്ത് തറയിലിട്ടു. കൃഷ്ണൻ ഓന്തിനെയാണ് പിടിച്ചതെങ്കിലും തറയിൽ വീണപ്പോൾ അത് ഒരു ദിവ്യരൂപമായി മാറിയിരുന്നു. തലയിൽ സ്വർണ്ണക്കിരീടവും കയ്യിലും കഴുത്തിലും സ്വർണ്ണാഭരണങ്ങളും മഞ്ഞ പട്ടുടയാളങ്ങളും ധരിച്ച ഒരു രാജാവാണ് മുന്നിൽ നിൽക്കുന്നതെന്ന് കണ്ട് മറ്റുള്ളവർ അത്ഭുതപ്പെട്ടു. പക്ഷേ അതാരാണെന്നും എങ്ങനെയാണ് അയാൾ ഓന്തായി തീർന്നതെന്നുമൊക്കെ കൃഷ്ണൻ അറിയാമായിരുന്നു. എങ്കിലും തന്നോടൊപ്പമുള്ളവരെ യാഥാർത്ഥ്യം അറിയിക്കുവാനായി കൃഷ്ണൻ ചോദിച്ചു, പ്രഭു, അങ്ങ് ഒരു ദിവ്യനാണെന്ന് മനസ്സിലാക്കുന്നു. അങ്ങ് ഒരു ഓന്തായി ഈ കിണറ്റിനുള്ളിൽ വന്നു പെട്ടത് എന്തുകൊണ്ടാണ്? പറയാൻ മടിയില്ലെങ്കിൽ അതേക്കുറിച്ച് പറഞ്ഞാലും. കൃഷ്ണന്റെ അപേക്ഷ കേട്ട് അയാൾ സ്വന്തം കഥ പറയാൻ തുടങ്ങി. പ്രഭു, ഞാൻ അങ്ങയോട് എൻ്റെ കഥ വിവരിക്കേണ്ടതുണ്ടോ? അങ്ങയ്ക്ക് അറിയാത്തതായി ഈ ലോകത്തിൽ എന്താണുള്ളത്? അങ്ങ് അറിയാതെ എന്താണ് ഇവിടെ നടക്കുന്നത്? എങ്കിലും മറ്റുള്ളവരുടെ അറിവിലേക്കായി ഞാൻ എൻ്റെ കഥ പറയാം. സൂര്യവംശത്തിലെ രാജാവായ ഇക്ഷ്വാകുവിൻ്റെ പുത്രനാണ് ഞാൻ. നൃഗൻ എന്നാണ് എൻ്റെ പേര്. ഞാൻ എൻ്റെ കഴിവനുസരിച്ചും അതിനപ്പുറവും ദാനധർമ്മങ്ങൾ നടത്തിയിരുന്നു. സജ്ജനങ്ങളായ ബ്രാഹ്മണർ സകലരും എന്നിൽ നിന്ന് ദാനം സ്വീകരിച്ചിട്ടുള്ളവരാണ്. 10,000 പശുക്കളെയാണ് ഞാൻ ഓരോ പ്രാവശ്യവും ദാനം ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ സ്വർണം, ഭൂമി, മണിമാളികകൾ, കുതിരകൾ, ആനകൾ തുടങ്ങിയവ ദാനം ചെയ്തിട്ടുള്ളതിലും കണക്കില്ല. യാഗങ്ങൾ വർഷത്തിൽ 6 വരെ നടത്തിയിരുന്നു. നാട്ടിലുടനീളം സത്രങ്ങൾ നിർമ്മിച്ചു. തണൽ മരങ്ങൾ നട്ടുപിടിപ്പിച്ചു. കൃഷിക്ക് വേണ്ടി കുളങ്ങൾ തീർത്തു. ഇങ്ങനെ എന്തെല്ലാം കാര്യങ്ങളാണ് പ്രജകൾക്ക് വേണ്ടി ഞാൻ ചെയ്തിട്ടുള്ളത്. അങ്ങനെയിരിക്കെ ഒരു ബ്രാഹ്മണന് ഞാൻ ഒരു പശുവിനെ ദാനം ചെയ്തു. അയാൾ വളരെ സന്തോഷത്തോടെയാണ് ദാനം സ്വീകരിച്ചത്. പക്ഷേ എങ്ങനെയോ ദാനം ചെയ്യപ്പെട്ട ആ പശു വീണ്ടും എൻ്റെ പശുക്കൂട്ടത്തിലേക്ക് തന്നെ തിരിച്ചെത്തി. എനിക്കാവട്ടെ 1000 പശുക്കൂട്ടത്തിൽ തിരിച്ചെത്തിയ ഈ പശുവിനെ തിരിച്ചറിയാനുമായില്ല. മറ്റൊരു സന്ദർഭത്തിൽ ഈ തിരിച്ചെത്തിയ പശുവിനെ തിരിച്ചറിയാതെ മറ്റൊരു ബ്രാഹ്മണന് ഞാൻ ദാനം ചെയ്തു. അയാളും സന്തോഷത്തോടെ പശുവിനെ സ്വീകരിച്ച് വീട്ടിലേക്ക് പോയി. പശുവിനെയും കൊണ്ട് വീട്ടിലേക്ക് പോകും വഴി പശുവിൻ്റെ ആദ്യത്തെ ഉടമസ്ഥനായ ബ്രാഹ്മണൻ കണ്ടു. അയാൾ പറഞ്ഞു, എന്ത്, ഇത് എൻ്റെ പശുവാണല്ലോ, എനിക്ക് രാജാവ് തന്ന പശുവാണല്ലോ ഇത്. ഇത് കേട്ടിട്ട് അപരൻ പറഞ്ഞു, എന്താ ഹേ, എനിക്ക് ഇതാ ഇപ്പോൾ മൃഗരാജാവ് തന്ന പശുവാണിത്. സംശയമുണ്ടെങ്കിൽ രാജാവിനോട് തന്നെ ചോദിച്ചു നോക്കൂ. രണ്ടുപേരും തമ്മിൽ വഴക്കായി.
ബ്രാഹ്മണർ പേരും ആ പശുവിനെയും കൊണ്ട് തൻ്റെ അടുക്കിലേക്ക് വന്ന് പരാതി പറഞ്ഞു. പരാതിക്കാർ ഒടുവിൽ എന്നോട് തട്ടിക്കയറി. ആദ്യത്തെ ബ്രാഹ്മണൻ എന്നോട് പറഞ്ഞു, ഹേ, മഹാരാജാവിന് ദാനം ചെയ്യാൻ കഴിവില്ലെങ്കിൽ അതിന് മെനക്കെടരുത്. ഒരിക്കൽ ദാനം ചെയ്തതിനെ മോഷ്ടിച്ചെടുത്ത് മറ്റൊരാൾക്ക് ദാനം ചെയ്ത് വലിയ ദാനശീലനാണെന്ന് നടിക്കരുത്. നിങ്ങൾ ഈ പശുവിനെ എനിക്കല്ലേ ആദ്യം നൽകിയത്, എന്നിട്ട് ഇന്നിപ്പോൾ അതേ പശുവിനെ തന്നെ ഇയാൾക്കും കൊടുത്തിരിക്കുന്നു. രാജസിംഹാസനത്തിലിരുന്ന് ഇത്തരം നീചപ്രവൃത്തികൾ ചെയ്യരുത്. ബ്രാഹ്മണന്റെ വാക്കുകൾ എന്നെ വല്ലാതെ വിഷമിപ്പിച്ചു. ഞാൻ എൻ്റെ അപരാധം ബ്രാഹ്മണനോട് ഏറ്റുപറഞ്ഞു. പ്രതിവിധി എന്ന നിലയിൽ എൻ്റെ ലക്ഷക്കണക്കിനുള്ള പശുക്കളെ ദാനം ചെയ്യാമെന്ന് സത്യം ചെയ്തു. ഒന്നുകൊണ്ടും അയാൾ ശാന്തനായില്ല. അയാൾ കോപിച്ച് അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. രണ്ടാമത്തെ ബ്രാഹ്മണനും മോഷ്ടിച്ച് ദാനം ചെയ്ത പശുവിനെ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയി. അങ്ങനെ ഒരു ചെറിയ അശ്രദ്ധ കൊണ്ട് ബ്രാഹ്മണശാപം ഏൽക്കേണ്ടി വന്നു. ബ്രാഹ്മണശാപത്തിലൂടെ ഇതുവരെ ചെയ്ത സദ്പ്രവൃത്തികൾ നിഷ്പ്രയോജനങ്ങളുമായി. ഈ ദുഃഖത്തിൽപ്പെട്ട് ഞാൻ വെന്തുരുകി. അതുതന്നെ എൻ്റെ മരണത്തിനും ഇടയാക്കി. മരണശേഷം ഞാൻ യമരാജൻ്റെ മുന്നിലെത്തി. എന്നെ കണ്ട യമരാജൻ ചോദിച്ചു, ഓ മൃഗമഹാരാജാവാണല്ലേ, നിങ്ങൾ ഭൂമിയിൽ ഒട്ടു വളരെ നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ആളാണല്ലോ. അതിന് നിങ്ങൾ പുണ്യം അനുഭവിക്കാൻ അർഹനാണ്. എന്നാൽ അശ്രദ്ധ മൂലം നിങ്ങൾക്ക് ലഭിച്ച ബ്രാഹ്മണ ശാപത്തിൻ്റെ ഫലവും അനുഭവിക്കേണ്ടതുണ്ട്. അതിൽ സത്പ്രവൃത്തികൾ ചെയ്തതിനുള്ള പുണ്യമാണോ അതോ ബ്രാഹ്മണ ശാപത്തിനുള്ള ശിക്ഷയാണോ അങ്ങേക്ക് ആദ്യം വേണ്ടത്? യമരാജൻ്റെ ചോദ്യം കേട്ടിട്ട് ഞാൻ പറഞ്ഞു, ആദ്യം ബ്രാഹ്മണ ശാപത്തിനുള്ള ശിക്ഷയെ തന്നെയാകട്ടെ. അങ്ങനെയാണ് ഞാൻ ഈ പൊട്ടക്കിണറ്റിനുള്ളിൽ ഒരു ഓന്തായി 1000 വർഷത്തോളം കഴിച്ചുകൂട്ടിയത്. ഞാൻ പൂർവ്വജന്മത്തിൽ ചെയ്ത നല്ല കർമ്മങ്ങളുടെ ഫലമാണ് ഞാൻ ഇപ്പോൾ ഭഗവാന്റെ കരസ്പർശത്തിലൂടെ അനുഭവിക്കുന്നത്. അങ്ങയുടെ കരസ്പർശമേറ്റ് പുണ്യം അനുഭവിക്കാൻ എനിക്ക് സന്ദർഭമുണ്ടായത് എൻ്റെ മഹാഭാഗ്യം. ഭഗവാനെ, അങ്ങ് എന്നെ അനുഗ്രഹിച്ചാലും. ഇങ്ങനെ പറഞ്ഞ് നൃഗമഹാരാജാവ് കൃഷ്ണന്റെ കാൽക്കൽ വീണു. കൃഷ്ണൻ നൃഗനെ പിടിച്ചെഴുന്നേൽപ്പിച്ച് ആശ്ലേഷിച്ചു. എന്നിട്ട് കൃഷ്ണൻ ആകാശത്തേക്ക് നോക്കി. നൃഗനോട് മുകളിലേക്ക് നോക്കാൻ പറഞ്ഞു. നൃഗൻ തലയുയർത്തി നോക്കി. എന്തത്ഭുതം! ആകാശത്ത് ദേവന്മാർ നിരന്നു നിൽക്കുന്നു. നൃഗൻ ആകാശത്തേക്ക് ഉയർന്നുയർന്നു പോയി. പ്രദ്യുമ്നനും സാമ്പനും മറ്റു യാദവ സുഹൃത്തുക്കളും ഇത് കണ്ട് വിസ്മയിച്ചു നിന്നു. ഹരേ കൃഷ്ണ.